എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും അതുപോലെ തേങ്ങയും വഴുതനങ്ങയും വെച്ചാണ് നമ്മളിന്ന് ലഞ്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു നീല വഴുതനങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. വഴുതനങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്യൂബ്സ് ആയിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓപ്പണായിട്ട് വയ്ക്കരുത്. വെള്ളത്തിലിട്ട് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങയുടെ പീസൊക്കെ വെള്ളത്തിലേക്കൊന്ന് ആക്കി കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വഴുതനങ്ങയിലൊക്കെ കറ പിടിച്ചിരിക്കും. അതായത് കറുത്ത കളറിൽ നമ്മുടെ ഈ വഴുതനങ്ങയിലെ പീസിലൊക്കെ വന്നിരിക്കും. അപ്പോൾ എല്ലാം നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ വെളുത്തുള്ളി ആയിരുന്നു, അതുകൊണ്ടാണ് 5 എടുത്തത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 7-8 അല്ലി വെളുത്തുള്ളി നിങ്ങൾ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത സമയത്ത് ഞാനിത് ഉപ്പും കൂടെ ചേർത്തിട്ടായിരുന്നു അരച്ചെടുത്തത്. അത് നമ്മുടെ വീഡിയോയിൽ നിന്ന് മിസ്സായിപ്പോയതാണ്. വീഡിയോ എടുത്ത സമയത്ത് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, പൊടി പൊടിയായിട്ടാണ് കിട്ടുന്നത്. കാരണം വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റി, അതായത് വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വഴുതനങ്ങയുടെ പീസൊക്കെ അതിലേക്ക് നമുക്ക് ഈ അരച്ച ആ ഒരു മിക്സും കൂടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മുടെ വഴുതനങ്ങയിൽ വെള്ളം കൊണ്ട്, വഴുതനങ്ങ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം കൊണ്ട് നമ്മളുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് യോജിച്ച് കിട്ടും. നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ മസാല മാറിനേറ്റ് ചെയ്തില്ലേ, അതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് തയ്യാറാക്കേണ്ടവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും മസാലയൊക്കെ നമ്മുടെ വഴുതനങ്ങയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് 1 മണിക്കൂറൊക്കെ മാറിയിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വഴുതനങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വഴുതനങ്ങയുടെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ആവാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്, 2 മുട്ടയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ അടുത്ത റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾ കുത്തി അരിഞ്ഞെടുത്താലും മതി, കത്തി വെച്ചിട്ട് കുത്തി അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതിനാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 2-3 തവണ നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ചൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ നന്നായിട്ട് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മളുടെ വഴുതനങ്ങയൊക്കെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നീല വഴുതനങ്ങ ചെയ്യുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ പച്ച വഴുതനങ്ങ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ വഴുതനങ്ങ വാങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മളിവിടെ വഴുതനങ്ങ വാങ്ങാറുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ കിറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് വഴുതനങ്ങ കിട്ടും. ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കാറുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴുതനങ്ങ വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെ 2 സൈഡ് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ സവാളയുമാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ മുളകിന് വേണ്ടിയിട്ട് നമുക്ക് എരിവ് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പച്ചമുളക് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുളക് പൊടിയാണ് താല്പര്യമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമ്മളുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം മീൻ പൊരിച്ച പോലെ തന്നെയല്ലേ നമുക്ക് ഈ ഒരു വഴുതനയുടെ ഫ്രൈ കാണുമ്പോൾ തോന്നുന്നത്, അതുപോലെ ടേസ്റ്റുമാണ്. അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. മീറ്റ് മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മുട്ടയുടെ അളവിലാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് മുട്ടയുടെ അളവ് എടുക്കുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടൊരു ഓംലെറ്റാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് ചേർത്തത് കൊണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മുടെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ സൈഡിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഫില്ല് ചെയ്ത് കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതായത് ചപ്പാത്തിയിൽ ഇത് ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ റെസിപ്പി. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ അടുത്തത് തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിയാണ്. അതിനുവേണ്ടി നമുക്ക് തേങ്ങ ആദ്യം ഒന്ന് കൊത്തിയെടുക്കാം. ഞാനിവിടെ തേങ്ങയൊന്നും തിരുമ്മിയെടുക്കുന്ന പണിയില്ല. പകരം ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ തിരുമ്മിയതുപോലെ തന്നെ നമുക്ക് പീര പോലെ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്തിട്ട് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നോർമൽ നമ്മുടെ തേങ്ങ തിരുമ്മിയ ആ ഒരു പീര പോലെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കൊരു 3-4 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അങ്ങനെ നമ്മളുടെ ചമ്മന്തിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഊണിന് ഇത്രയും ഉള്ളായിരുന്നു കറികൾ. നമ്മളുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഫ്രൈയും അതുപോലെ മുട്ട ഓംലെറ്റ്, മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഓംലെറ്റും പിന്നെ ഒരു നല്ലൊരു ചമ്മന്തി. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലിൽ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.